സ്കൂൾ സോങ് അല്ല, അത് ഞാൻ തുറന്നു പറയാം. ഇത് സ്കൂൾ സോങ് അല്ല, ദേശഭക്തി ഗാനമാണ്. ഈ സോങ് എവിടെയെങ്കിലും നിരോധിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഞാനും നിരോധിക്കാം. ഞാൻ നിങ്ങളോട് ക്ഷമ പറയാം. എൻ്റെ വിദ്യാലയത്തിൽ ഞാൻ ഒപ്പന പഠിപ്പിക്കുന്നുണ്ട്. ഈ വർഷം സഹോദയ കോമ്പറ്റീഷൻ എൻ്റെ കുട്ടികൾ ഒപ്പന നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാർഗം കളി കളിച്ചിട്ടുണ്ട്, തിരുവാതിര കളിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം നമ്മൾ നിരോധിക്കണോ മാഡം? ഇതെല്ലാം നമ്മുടെ ബഹുസ്വരതയെ ബാധിക്കുന്നല്ലേ മാം? അങ്ങയുടെ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ ക്ഷണിക്കപ്പെടുന്നു, ഈ വന്ദേ ഭാരത് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ക്ഷണിക്കപ്പെടുന്നു. അവരൊരു പാട്ട് പാടുന്നു. വലിയ വിവാദങ്ങളാണ് ഉണ്ടാകുന്നത്. എനിക്ക് മാനസികമായ ബുദ്ധിമുട്ടുണ്ട്. കുഞ്ഞുങ്ങൾ ഉൾപ്പെടുന്ന ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ വിമർശനമൊക്കെ വരുമ്പോൾ അവർക്ക് അതെന്തെങ്കിലും തരത്തിൽ സമ്മർദ്ദം ഉണ്ടാക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നിൻ്റെയും ആവശ്യമില്ല. ഈ കാലവും ഇവിടുത്തെ രാഷ്ട്രീയ ചിന്തയും ഒക്കെ ഇങ്ങനെയാണ് എന്നുള്ളത്. പക്ഷേ സ്വാഭാവികമായും അത് കുഞ്ഞുങ്ങൾ ആണ് എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ അതിൽ മുതിർന്നവരും ഉൾപ്പെട്ടിട്ടുണ്ട്, അധ്യാപകരുൾപ്പെടെ ഉൾക്കൊണ്ടിട്ടുണ്ട്. ആ പാട്ട് ആ സ്കൂളിൻ്റെ പാട്ടാണ് എന്ന് പറഞ്ഞാണ് ഇന്ത്യൻ റെയിൽവേ അത് പങ്കുവച്ചിരിക്കുന്നത്. ആ പാട്ട് അവിടെ ആലപിക്കാൻ ഇടയുണ്ടായ സാഹചര്യം എന്താണ് എന്ന് അങ്ങൊന്ന് വ്യക്തമാക്കാമോ? എല്ലാവർക്കും നമസ്കാരം. എനിക്കിതിൻ്റെ മുൻപ് സംസാരിച്ച കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ ഇവിടെ രാഷ്ട്രീയപരമായിട്ട് സംസാരിക്കാൻ വന്ന ആളുമല്ല. ഞാൻ എൻ്റെ വശം പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ഒഴിവാകുന്നതാണ്. അപ്പോൾ നമുക്ക് നടന്നിരിക്കുന്ന ഇന്നലെ വന്ദേ ഭാരതിൻ്റെ ഉദ്ഘാടന ഭാഗമായിട്ട് കേരളത്തിലെ എറണാകുളത്തെ 5 സ്കൂളുകളെ ക്ഷണിച്ചു. അതിലൊന്നും നമ്മുടെ വിദ്യാലയമായിരുന്നു എന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന അറിവ്. 5 സ്കൂൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. 3 KVയും സരസ്വതി വിദ്യാലയം എളമക്കരയും അതുപോലെ തന്നെ ഒരു അമൃത വിദ്യാലയം കൂടെയാണ് ക്ഷണിക്കപ്പെട്ടത്. ഇതിലിങ്ങനെ പ്രോഗ്രാം നടക്കുമ്പോൾ ഇപ്പം നമ്മുടെ ജയചന്ദ്ര മാഷ് പറഞ്ഞ പോലെ തന്നെ കുട്ടികളോട് ചൊല്ലാൻ പറഞ്ഞു. അവർ ആദ്യം വന്ദേ മാതരം ചൊല്ലി, പിന്നെ അതിനുശേഷം വീണ്ടും ചൊല്ലാൻ പറഞ്ഞപ്പോൾ അവർ പരമപവിത്ര മദാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാം എന്നുള്ള ദേശഭക്തി ഗാനം ചൊല്ലി. ഇത് ആരും പറഞ്ഞിട്ടല്ല, നമ്മളത് മനസ്സിലാക്കുക. ഇതിൽ റെയിൽവേക്കോ ഒരു രാഷ്ട്രീയ കക്ഷികൾക്കോ ആരെയും നമ്മൾ ഇതിലേക്ക് വലിച്ചിഴക്കേണ്ട. അത് ഭരണ പ്രതിപക്ഷങ്ങളായാലും ശരി, ആർക്കും ഇതിൽ ഇൻവോൾവ്മെൻ്റ് ഇല്ല. കുട്ടികളോട് ചൊല്ലാൻ പറഞ്ഞു. അവരെപ്പോൾ അവർ ചെയ്തത് എന്താണ്? ആദ്യം അവർ വന്ദേ മാതരം ചൊല്ലി. അവരെ സംബന്ധിച്ച് വന്ദേ ഭാരത് ട്രെയിനിൽ ചൊല്ലാൻ പറ്റുന്ന, അതിന് നമുക്കറിയാം 7-ാം തീയതി വന്ദേ മാതരത്തിൻ്റെ 150-ാം വാർഷികമായിരുന്നു. ഈ 150-ാം വാർഷികത്തിൻ്റെ ഒരു സ്പിരിറ്റിൽ നിൽക്കുന്ന കുട്ടികൾ ഓഫ് കോഴ്സ് അവർ വന്ദേ മാതരം ചൊല്ലി. അതിനുശേഷം ഒരു മലയാളം പാട്ട് ചൊല്ലാൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഇതാണ് ചൊല്ലിയത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, കുട്ടികൾ ദേശഭക്തി ഗാനമാണ് ചൊല്ലിയത്. ആ സാഹചര്യം ഇതൊരു ഇപ്പം നമ്മുടെ ജയചന്ദ്ര മാഷ് പറഞ്ഞ പോലെ തന്നെ ഇത് ആ ഒരു പ്രോഗ്രാമിന്റെ ഒഫീഷ്യൽ ഇതല്ല. അവരുടെ ഒഫീഷ്യലായിട്ട് ആരെങ്കിലും ചൊല്ലാൻ പറഞ്ഞുകൊണ്ടല്ല, ഏതോ ഒരു മീഡിയ അവരോട് പറഞ്ഞത് പ്രകാരം അവർ ചൊല്ലി. ഇത് ഞാൻ ചോദിക്കുന്നത്, ആരും ചെയ്തിട്ടില്ല എന്ന് പറയാൻ വിദ്യാലയത്തിൽ എല്ലാ ദിവസവും ചൊല്ലുന്ന പാട്ടാണോ സാർ? എല്ലാ ദിവസവും എന്നല്ല, ഇത് ദേശഭക്തി ഗാനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഭാരതത്തെ, അതായത് ഭാരതീയ വിദ്യാനികേതൻ്റെ അണ്ടറുള്ള വിദ്യാലയമാണിത്. ഞങ്ങളുടെ ലക്ഷ്യം ദേശസ്നേഹമുള്ള വിദ്യാർത്ഥികളെ വാർത്തെടുക്കലാണ്, അവരിൽ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കലാണ്, നല്ല ഗുണങ്ങൾ വളർത്തിയെടുക്കലാണ്. ഇത് തന്നെയാണ് നിങ്ങൾ ഇത് നോട്ട് ചെയ്യേണ്ടത്. ഈ കുട്ടികളോട് ചൊല്ലാൻ പറഞ്ഞപ്പോൾ അവർ ചൊല്ലിയത് ദേശഭക്തി തുളുമ്പുന്ന ഒരു ഗീതമാണ്. അവർക്ക് അറിഞ്ഞുകൂടാ ഇത് പഠിക്കാൻ കയറുമ്പോൾ നമ്മുടെ പാഠപുസ്തകത്തിന്റെ ആദ്യത്തിൽ ഇന്ത്യ എന്റെ രാജ്യമാണ് എന്ന പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ എല്ലാവരും ഈ പറയുന്ന വിദ്യാഭ്യാസ ജീവിതം തന്നെ ആരംഭിക്കുന്നത്. അതൊക്കെ നല്ല രാജ്യസ്നേഹമുള്ള വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കുക എന്നൊക്കെ പറയുന്നത് എല്ലാവരുടെയും ഉത്തരവാദിത്വവും എല്ലാവരുടെയും പ്രതിജ്ഞയും ഒക്കെയാണ്. ഞാൻ ചോദിച്ചത്, ഇത് എല്ലാ ദിവസവും സരസ്വതി വിദ്യാലയത്തിൽ ആലപിക്കുന്ന ഗാനമാണോ, സ്കൂളിന്റെ ഗാനമാണോ, സ്കൂളിന്റെ ഔദ്യോഗിക ഗാനമാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. സ്കൂളിന്റെ ഔദ്യോഗിക ഗാനമല്ല, സ്കൂളിന്റെ പ്രാർത്ഥനയുണ്ട്. ഇത് ദേശഭക്തി ഗാനമാണ്. അതായത് ദേശഭക്തി മത്സരത്തിൽ അല്ല, ഈ ഗണഗീതം എന്നതിന്റെ അർത്ഥം, ഒരു നിമിഷം, ഗണഗീതം എന്നതിന്റെ അർത്ഥം അവിടെ നിൽക്കട്ടെ. ഞാൻ അങ്ങനെ ഒരു അധ്യാപകനോടുള്ള എല്ലാ ബഹുമാനവും വെച്ച് പുലർത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. അതായത് സദേൺ റെയിൽവേ പങ്കുവച്ച എക്സ്പോസ്റ്റിൽ പറയുന്നത്, ഈ സരസ്വതി വിദ്യാലയത്തിന്റെ സ്റ്റുഡൻസ് ബ്യൂട്ടിഫുള്ളി പെർഫോം ദ സ്കൂൾ സോങ് എന്നാണ്. അതാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. അല്ലാതെ ഈ സ്കൂളിന്റെ രാജ്യ സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ വാർത്തെടുക്കാനുള്ള ലക്ഷ്യബോധമോ അതൊന്നുമല്ല ഞാൻ ചോദിച്ചത്. ഞാൻ വളരെ സാങ്കേതികമായാണ് അങ്ങോട്ട് ചോദിച്ചത്. സ്കൂൾ സോങ് ആണ് എന്ന് നിരവധി എഡിറ്റുകൾക്കും പിൻവലിക്കലിനും ശേഷം ആധികാരികമായ സദേൺ റെയിൽവേ പറയുന്നത്. ഇതിൽ തന്നെ 7 മണിക്കൊരു പോസ്റ്റ്, അതായത് ആദ്യം 1 പോസ്റ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ വലിക്കുന്നുണ്ട്. 7 മണിക്കൊരു പോസ്റ്റ് ചെയ്യുന്നുണ്ട്, 7:04 അടുത്ത പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു തവണ വിശദീകരിച്ചത് പോരാഞ്ഞിട്ടാണ് അത് വലിച്ചിട്ട് പിന്നെ 7:04 രണ്ടാമത്തെ പോസ്റ്റ് ചെയ്യുന്നത്. അതിൽ സ്കൂൾ സോങ് എന്നാണ് പറയുന്നത്. ഒരു സ്കൂളിന്റെ ഔദ്യോഗിക ഗാനമാണ്
അതും ദയർ സ്കൂൾ സോങ് എന്നാണ് കേട്ടോ പറയുന്നത്. ദയർ സ്കൂൾ സോങ് എന്നാണ് പറയുന്നത്. ഔദ്യോഗിക ഗാനമാണെന്ന് ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഈ സദേൺ റെയിൽവേ ഇത് പങ്കുവച്ചിരിക്കുന്നത്. അല്ലാതെ രാജ്യസ്നേഹമുള്ള കുഞ്ഞുങ്ങളെ വാർത്തെടുക്കാനുള്ള സരസ്വതി വിദ്യാലയത്തിന്റെ ഈ പറയുന്ന ആത്മനിർഭരത അറിഞ്ഞുകൊണ്ടല്ല ആ പോസ്റ്റ് വന്നിരിക്കുന്നത്. അതിൽ സ്കൂൾ സോങ് അല്ല, അധികം തുറന്നു പറയാം, ഇത് സ്കൂൾ സോങ് അല്ല, ദേശഭക്തി ഗാനമാണ്. ഇതുപോലെ ഒരുപാട് ദേശഭക്തി ഗാനങ്ങൾ സരസ്വതി വിദ്യാനികേതനിലെ കുട്ടികളെ കൊണ്ട് ചൊല്ലിപ്പിക്കുന്നുണ്ട്, അവർ പഠിക്കുന്നുണ്ട്. പക്ഷെ അതിലൊന്നും തന്നെ ബഹുസ്വരതയെ അഫക്റ്റ് ചെയ്യുന്ന ഒന്നുമല്ല. നിങ്ങൾ അതിൻ്റെ അകത്ത് മീനിങ് ഒക്കെ എനിക്കൊന്ന് ഇതിനു മുമ്പുള്ള ആളുകളൊക്കെ സംസാരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. പക്ഷെ ഇത് നാനത്വത്തിൽ ഏകത്വം എന്നുള്ള ആശയത്തിൽപ്പെടുന്ന എല്ലാവരും ദേശത്തിൽ അധിഷ്ഠിതമായിട്ട് ദേശസ്നേഹികളായിട്ട് വളരണം എന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഗീതമാണ്. അപ്പൊ അതിന്റെ ബാക്കി സൈഡ് പോട്ടെ. നിങ്ങൾ ഇവിടെ റെയിൽവേ എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങി പുറപ്പെട്ടുവെന്നോ അതിൽ അവരെ ആരോപിക്കാനോ ഒന്നും ഞാൻ തയ്യാറല്ല. അതെങ്ങനെ രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെട്ടു എന്ന കാര്യമാണ് വലിയ തോതിൽ ചർച്ചയായത്. അതുകൊണ്ട് തന്നെയാണ് അങ്ങയുടെ സ്കൂളിന്റെ ഔദ്യോഗിക ഗാനമല്ല എന്ന് പറയുമ്പോഴും അങ്ങയുടെ സ്കൂളിന്റെ ഔദ്യോഗിക ഗാനമാണെന്ന് സദേൺ റെയിൽവേ അവരുടെ എക്സ്പോസ്റ്റിൽ വ്യക്തമാക്കിയത്. അതിലൊരു രാഷ്ട്രീയ താല്പര്യമുണ്ടോ എന്നുള്ളതായിരുന്നു ചോദ്യം. അങ്ങത് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ശരി, ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അല്ല, നിങ്ങൾ വിവാദമാക്കിയത് ഞങ്ങളല്ല, അങ്ങല്ല വിവാദമാക്കിയത് ഞങ്ങളല്ല, വിവാദമാക്കിയത് ഏതോ ഒരു ചാനലാണ് വിവാദമാക്കിയത്. രാഷ്ട്രീയ ചർച്ചകൾ ഉണ്ടാകും എങ്കിലേ അല്ല മാഡം ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ സോങ് എവിടെയെങ്കിലും നിരോധിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഞാനും നിരോധിക്കാം, ഞാൻ നിങ്ങളോട് ക്ഷമ പറയാം. അതുപോലെ തന്നെ എൻ്റെ വിദ്യാലയത്തിൽ ഞാൻ ഒപ്പന പഠിപ്പിക്കുന്നുണ്ട്. ഈ വർഷം സഹോദയ കോമ്പറ്റീഷൻ എൻ്റെ കുട്ടികൾ ഒപ്പന നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാർഗം കളി കളിച്ചിട്ടുണ്ട്, തിരുവാതിര കളിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം നമ്മൾ നിരോധിക്കണോ മാഡം? ഇതെല്ലാം നമ്മുടെ ബഹുസ്വരതയെ ബാധിക്കുന്നല്ലേ മാം? ആണോ അല്ലയോ? നിങ്ങൾ ഉത്തരം പറയൂ. അത് ഇതെല്ലാം അങ്ങനെ ഉണ്ടെങ്കിൽ ദേശഭക്തി ഗാനം നിരോധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോമ്പറ്റീഷൻ നിന്ന് അല്ല, ഞാൻ പറയും നമ്മുടെ കോമ്പറ്റീഷൻ നിന്ന് തിരുവാതിരയും അതുപോലെ തന്നെ ഒപ്പനയും അതുപോലെ തന്നെ മാർഗം കളിയും നിരോധിക്കണ്ടേ? അങ്ങ് ചോദിച്ചു കഴിഞ്ഞോ? ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. അധ്യാപകർ അങ്ങനെയാണല്ലോ. ശരി, ജിൻഡോ കെ പി, അങ്ങ് എന്നോട് ചോദിച്ചു ഇത് നിരോധിച്ചിട്ടുണ്ടോ? അങ്ങയുടെ സ്കൂളിൽ മാർഗം കളിയും ഒപ്പനയും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്, തിരുവാതിരയും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അവിടെ ഒരു സമഭാവന വന്നു കഴിഞ്ഞിരിക്കുന്നു. മറ്റൊന്ന്, സ്കൂളിൽ ഈ പറയുന്ന കലോത്സവ മാനുവൽ പ്രകാരം അവിടെ അംഗീകരിക്കപ്പെട്ട ഐറ്റമായി നമ്മൾ സംസ്ഥാന തലത്തിൽ ജില്ലാ തലത്തിലൊക്കെ പോകുമ്പോൾ അതൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ളതാണ്. ഔദ്യോഗിക പരിപാടി അങ്ങനെയല്ല. ഔദ്യോഗിക പരിപാടിയുമായി ബന്ധപ്പെട്ട് ഗണഗീതം അവതരിപ്പിച്ചതുകൊണ്ടാണ് ഇതൊരു വലിയ വിവാദമായത്. ഇനി വിവാദമാക്കിയത് അങ്ങല്ല, അങ്ങയുടെ സ്കൂളുമല്ല. അത് അവിടെ ആലപിക്കപ്പെട്ടപ്പോൾ സ്വാഭാവികമായും നമ്മൾ കുറച്ചുകൂടി രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന സമൂഹമായതുകൊണ്ട് അത് വിവാദമാവുകയാണ് ഉണ്ടായത്. രണ്ടാമത്, അതായത് സദേൺ റെയിൽവേ ഇത്രയും അങ്ങേക്കും അങ്ങയുടെ സ്കൂളിനും സന്തോഷകരമായ ഒരു വീഡിയോ പങ്കുവച്ചതിന് ശേഷം അത് പിൻവലിക്കുന്നു. അത് സ്വാഭാവികമായി പിൻവലിക്കില്ല. വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ചെയ്തതെങ്കിൽ അതിൽ അവർക്കൊരു പുനരാലോചന ഉണ്ടായതിൻ്റെ പേരിലാണ് അവരത് പിൻവലിക്കുന്നത്. പിന്നീട് അത് റീപോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ 2 എഡിറ്റ് ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ അങ്ങ് കൂടി മനസ്സിലാക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ആ കുഞ്ഞുങ്ങളെയോ അവരുടെ ബുദ്ധിയെ ഒന്നും രാഷ്ട്രീയമായി വിശകലനം ചെയ്യപ്പെടാനോ വിമർശിക്കാനോ ഒന്നും യാതൊരുവിധ താല്പര്യവുമില്ല എന്നുകൂടി ഞാൻ അങ്ങയോട് അറിയിക്കുന്നു. ഇത് ഈ ഗണഗീതം എവിടെയെങ്കിലും നിരോധിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം അങ്ങ് ഉന്നയിക്കുന്നത് അതിലുള്ള അങ്ങയുടെ താല്പര്യം എന്ന നിലയ്ക്ക് ഞാൻ കാണുന്നില്ല. ഞാൻ അത്തരത്തിൽ വിമർശനം ഉന്നയിക്കുന്നുമില്ല.